ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ പേൾ സെറ്റിംഗ് മെഷീൻ എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. ഇത് നമുക്ക് എല്ലാ സ്ഥലത്തും ആമസോൺ അല്ലെങ്കിൽ സ്റ്റിച്ചിങ് ആക്സസറീസ് ഒക്കെ കിട്ടുന്ന ഷോപ്പിൽ വാങ്ങിക്കാൻ കിട്ടും. 400-450 രൂപ റേഞ്ചിലാണുള്ളത്. ഇത് എങ്ങനെ ആക്കുമ്പോഴാണ് ഈ ഒരു ഇത് വരുന്നത്. അപ്പോൾ ഇതിൽ ശരിക്കും പറഞ്ഞാൽ പേള് ഹോളില്ലാത്ത പേള് നമുക്ക് വാങ്ങിക്കാൻ കിട്ടും. പല സൈസിൽ നമുക്ക് കിട്ടും കേട്ടോ. ഓക്കെ, പിന്നെ നമുക്ക് ഇതിൻ്റെ ആണി ഇങ്ങനെ അതും ഒരു സൈസിൽ തന്നെയാണ്. അതായത് ഈ ഒരു ആണി ഉണ്ടെങ്കിൽ ഏത് സൈസിൽ നമുക്ക് ഇടാൻ പറ്റും. പിന്നെ ഇത് അതിൻ്റെ നോബുകളാണ്. ഈ നോബുകൾ നമ്മുടെ ആ ഒരു പേളിൻ്റെ സൈസിനനുസരിച്ചിട്ട് ആണ് ഇരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഇത് വാങ്ങിക്കുന്ന സമയത്ത് ഷോപ്പിൽ ചോദിച്ചിട്ട് എടുക്കുകയാണെങ്കിൽ പ്രശ്നം വരില്ല. അപ്പോൾ ഈ ആണി എടുത്ത ശേഷം ഒരു ആണി എടുക്കുക. എന്നിട്ട് നമ്മുടെ പേൾ സെറ്റിംഗ് മെഷീനിൽ അവിടെ താഴെ കണ്ടോ, അവിടെ ഒരു ഹോളുണ്ട്. അതിലേക്ക് ആ ആണി നമ്മൾ ഇങ്ങനെ ജസ്റ്റ് ആണിയുടെ വിരിഞ്ഞ ഭാഗം മേളിൽ വരത്തക്ക രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുത്താൽ മതി, ശരിയായിക്കോളും. അതിന് ശേഷം നമുക്ക് പേളെടുത്തിട്ട് നമ്മൾ ആ ആണിയുടെ മേലെ തന്നെ ഒരു പ്ലാസ്റ്റിക് പോലത്തെ സംഭവമില്ലേ, ഒരു റബ്ബർ പോലത്തെ സാധനമുണ്ട്, അതിൻ്റെ ഉള്ളിലോട്ട് തള്ളിക്കൊടുക്കുക. എന്നിട്ട് നമ്മൾ അധികം ഇട്ട് പ്രസ് ചെയ്യരുത്. അധികം നമ്മൾ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ പേള് പൊട്ടിപ്പോവും. ജസ്റ്റ് എന്നിട്ട് നമ്മുടെ തുണി അതിൻ്റെ ഇടയിൽ കൂടെ ഇട്ട് ചുമ്മാ ഒരു തവണ വളരെ സ്ലോലി പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കത് ആവും. പിന്നെ ഇത് വിട്ടു പോവില്ല. ഇപ്പം നമ്മൾ പാർട്ടി വെയർ ഫ്രോക്കുകൾ അതുപോലെ തന്നെ ഷോളുകൾ ഒക്കെ നമ്മളിങ്ങനെയാണ് ചെയ്യുന്നത്. മിക്കവാറും ഇതിപ്പോൾ ഫ്രോക്കിലാണ് ഞാൻ ചെയ്തത്, അയച്ച ശേഷമാണ് ചെയ്യുന്നത്. അപ്പോൾ അത് കറക്റ്റായിട്ട് ഇരിക്കുകയും ചെയ്യും. കണ്ടോ, അതെ ആണി ഇട്ട് കൊടുത്തു. ആണി ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ആണിയുടെ വിരിഞ്ഞ ഭാഗം മേലെ വരത്തക്ക രീതിയിൽ. ആണി ഒരു സൈസേ ഉള്ളൂ. പേള് പല സൈസുണ്ട്. പിന്നെ അതിൻ്റെ ആ പ്ലാസ്റ്റിക് നോബ് പേളിനനുസരിച്ചിട്ടുള്ള സൈസുകളുണ്ട്. അത് നമുക്ക് ഇട്ട് നോക്കുമ്പോൾ അറിയാൻ പറ്റും. ആ ഒരു പേൾ ഇട്ട് നോക്കുമ്പോൾ ആ നോബിൽ നമുക്ക് അറിയാൻ പറ്റും. അപ്പോൾ ആണി നമ്മൾ അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഈസിയാണ് ഈ സംഭവം ചെയ്യാനായിട്ട്. 400-450 രൂപ കൈകൊണ്ട് പിടിപ്പിക്കുന്നത് ശരിക്കും മെനക്കെട് തന്നെയാണ്. നമുക്കത്ര ഈസി അല്ല. പിന്നെ നമ്മൾ ഗ്ലൂ ഇട്ട് ചേർത്ത് എന്തായാലുമൊക്കെ പോവുമല്ലോ ഒരു ഫ്രോക്കൊക്കെ ചെയ്യണ സമയത്ത്. ഇതിപ്പോൾ ഞാൻ എന്തോ ഉള്ളിലൊന്ന് കയറിപ്പോയതാണ്. ഇനി ഞാനൊന്ന് പേളിട്ട് കൊടുക്കട്ടെ. പേളിട്ട് മേളിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഇനി പ്രസ് ചെയ്യാൻ പോകുന്നത്. കണ്ടോ, ഇങ്ങനെ ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഏത് ഭാഗത്തോടെ അതിൻ്റെ ഉള്ളിൽ കൂടെ നമ്മളിങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ നമുക്കൊന്ന് വെച്ചിട്ട് ജസ്റ്റ് ചെറിയൊരു പ്രസ്സേ പാടുള്ളൂ. ഹെവി ആയിട്ട് പ്രസ് ചെയ്താൽ നമ്മുടെ പേള് പൊട്ടിപ്പോവും. ഞാൻ നേരത്തെ ചെയ്ത് പ്രാക്ടീസ് ഉള്ളതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു കേട്ടോ. അപ്പോൾ വേണമെന്നുള്ളവർ വാങ്ങിച്ചോളൂ. പേൾ സെറ്റിംഗ് മെഷീൻ എന്നാണ് അതിൻ്റെ പേര്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം. നമുക്ക് ഫ്രോക്കുകളിൽ അതുപോലെ പാർട്ടി വെയർ കുർത്തീസുകളും ഗൗണുകൾ പിന്നെ ദുപ്പട്ടാസ് ഇതിലൊക്കെ നമ്മൾ ചെയ്യും. ഇപ്പോൾ നമ്മൾ സാരിയിലും കൂടി ഇടയ്ക്ക് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടമൊക്കെ ഷെയർ ചെയ്യുക. താങ്ക് യു.